ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു ക്രാഫ്റ്റിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാനൊരു ഫ്ലവർ മേക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഹോം ഡെക്കറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണേ, മാക്സിമം ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതുപോലത്തെ ആ ഒരു കവറിലാണ് ഞാനിന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നത്. മിക്കുള്ളവരുടെ വീട്ടിലും ഈ കവർ കാണും, ആരും തന്നെ യൂസ് ആക്കാതെ വെച്ചേക്കുമായിരിക്കും അല്ലേ. അപ്പൊ ഞാനും ഇങ്ങനെ യൂസ് ആക്കാതെ വെച്ചിരുന്ന കവറാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചത്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ വേണ്ടാത്ത പോർഷൻസ് ഒക്കെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ അതിന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. മാറ്റിയിട്ട് ബാക്കിയുള്ള ആ പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ സെൻട്രൽ പോർഷൻ തന്നെ വെട്ടിക്കൊടുക്കാം. അപ്പൊ എന്റെ കയ്യിൽ 2 കവർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. 2 കവർ ആകുമ്പോൾ ക്വാണ്ടിറ്റി കുറവല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് വലുതായിട്ട് വെട്ടിയെടുത്താലും ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ഫ്ലവർ അല്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വെട്ടിയെടുത്തിട്ടുള്ളത്. കുറച്ചധികം ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇത് 4 ഫോൾഡ് ചെയ്യണം. 4 ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇതുപോലെ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പൊ കണ്ടില്ലേ, ഒരു ഫ്ലവറിന്റെ മോഡലിൽ കിട്ടുന്നുണ്ടോ? ആ ഒരു ഷേപ്പിൽ നമുക്ക് വരുന്നുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ ഒരു കട്ടിങ്സ് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ഗമ്മ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ അത് അവിടെ ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ തന്നെ ഇരുന്നോളൂ. കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗമ്മാണോ ആ ഗമ്മ് വെച്ചിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത ഒരു പെറ്റലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണം. കണ്ടില്ലേ, എന്നിട്ട് അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് വരുന്നത്. ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ പെറ്റൽസ് കൂട്ടി കൂട്ടി വേണം നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കാൻ. കണ്ടില്ലേ, നേരത്തെ 1 കട്ട് ചെയ്തത്, ഇപ്പൊ ഞാൻ അതുപോലെ 2 കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ 3 കട്ട് ചെയ്യണം, പിന്നെ നമ്മൾ 4 കട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളിത് ഇങ്ങനെ യൂസ് ആക്കി എടുക്കുന്നത്. അപ്പൊ കുറഞ്ഞാണ് വരുന്നത്, ചെറുതായാണ് പെറ്റൽസ് വരുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ആദ്യത്തെ പെറ്റൽസിൽ ഗം തേച്ചിട്ട് രണ്ടാമത് നമ്പർ നോക്കണം. നമ്മൾ അതനുസരിച്ചാണ് കേട്ടോ, വലിപ്പം അനുസരിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് നമ്മൾ ആ പെറ്റൽസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഗം ചെയ്ത് കൊടുക്കണം. അപ്പൊ സ്റ്റിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ പെറ്റൽസ് ഒക്കെ ഒരു ഷേപ്പിൽ വരുന്നത് പോലെ തന്നെ ആ ഗ്യാപ്പിലോട്ട് ഫില്ല് ആവുന്നത് പോലെ തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലവറിന്റെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇതാണ് ആ ലാസ്റ്റ് പോർഷൻ വരുന്നത്. അത് അതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ഫ്ലവറിന്റെ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിക്ക് വെച്ചിട്ട് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. കണ്ടില്ലേ, ഇപ്പൊ നല്ല രീതിക്ക് ഒരു ഫ്ലവറിന്റെ ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. ഇതുപോലെയാണ് ഫൈനൽ ആയിട്ടുള്ള ഒരു ലുക്ക് വരുന്നത്. കണ്ടോ, ഇതുപോലെ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾ ആ വീഡിയോയിൽ കാണിക്കുന്നത് കണക്ക് തന്നെ ഫോളോ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയിലും നല്ല വൃത്തിയിലും തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിപ്പോ ഞാൻ ഈ ഒരു കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെടിയുടെ ഒരു പോർഷൻ എടുത്തിട്ട് അതിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഈ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കണ്ടില്ലേ, വളരെ നന്നായിട്ടുണ്ടല്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണേ.